Dear students, this is chapter number 3, Current and Electricity, presentation 2. Chapter number 3, Current and Electricity, presentation number 2 ആണ്. കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നമ്മൾ എന്താണ് കറൻറ്റ് യൂണിറ്റ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ഓംസ് ലോയിൽ എങ്ങനെയാണ് ഇക്വേഷൻ എഴുതാണ് എന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചാണ് ഈ പ്രസൻറ്റേഷനിൽ പറയുന്നത്. പ്രസൻറ്റേഷൻ മെയിനായിട്ട് ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ, ഡ്രിഫ്റ്റ് വെലോസിറ്റി, വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇക്വേഷൻ, ഏതൊക്കെ ടൈപ്പാണ് കറണ്ട് ഡെൻസിറ്റി ഇക്വേഷൻ, ഡ്രിഫ്റ്റ് വെലോസിറ്റി കറണ്ട് ഡെൻസിറ്റി റിലേഷൻ, ഇവയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓംസ് ലോ ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നും കൂടെ പറയാണ്. വാട്ട് ഈസ് ഓംസ് ലോ? ഇൻ എ കോൺസ്റ്റൻറ്റ് ഫിസിക്കൽ കണ്ടീഷൻ, കറൻറ്റ് ത്രൂ the closed circuit is directly proportional to the applied voltage and inversely proportional to the resistance of the circuit. ഇനി ഓംസ് ലോ യൂസസ് ആണ് പറയുന്നത്. ഓംസ് ലോ ആർ യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട് ആൻഡ് ഓൾസോ ഫോർ നോയിങ് ദ വോൾട്ടേജ് ആൻഡ് കറൻറ്റ് ഓഫ് ദ സർക്യൂട്ട്. ഓംസ് ലോ സാധാരണയായിട്ട് റെസിസ്റ്റൻസ് കാണാനായിട്ട്, അല്ലെങ്കിൽ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ കറൻറ്റ്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ കറൻറ്റ് കാണാനായിട്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ കറൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കാണാനൊക്കെയാണ് ഉപയോഗിക്കുക. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോയെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഓംസ് ലോ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സിൽ ഓംസ് ലോ ആപ്ലിക്കബിൾ അല്ല. യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആപ്ലിക്കേഷൻസാണ് പറയുന്നത്, ലിമിറ്റേഷനാണ് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ നോൺ ലീനിയർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് നെറ്റ്വർക്ക്, ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഘടിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് നോൺ ലീനിയർ നെറ്റ്വർക്ക് എന്ന് പറയാം. കാരണം ഇൻഡക്റ്റൻസിലും കപ്പാസിറ്ററിലും ഇൻഡക്ടറിലും അല്ലെങ്കിൽ കപ്പാസിറ്റൻസും ഇൻഡക്റ്റൻസും എന്തിനനുസരിച്ച് വേരി ചെയ്യുന്ന, ടൈമിനനുസരിച്ചിട്ട് വേരി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് കോൺസ്റ്റൻ്റ് അല്ലാത്ത കാരണമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ പറയാൻ തുടങ്ങിയപ്പോൾ ഓംസ് ലോ ആണ് ആദ്യം ഡിസ്കസ് ചെയ്ത്. ഒന്നും കൂടി ആ സ്ലൈഡ്സ് കാണിക്കുകയാണ്. ഓംസ് ലോ എന്താണ് നമുക്കറിയാം, വോൾട്ടേജ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് എന്തൊക്കെയാണ് ഓംസ് ലോയുടെ യൂസസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കറൻറ്റും വോൾട്ടേജും റെസിസ്റ്റൻസും തമ്മിൽ റിലേഷൻ ആയതുകൊണ്ട് ഒന്നെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ ഇവ രണ്ടും റെസിസ്റ്റൻസും കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട്, റെസിസ്റ്റൻസും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഓംസ് ലോ. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ ആദ്യം പറഞ്ഞത് ഓംസ് ലോ ഈസ് നോട്ട് അപ്ലിക്കബിൾ ഇൻ യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ് എന്നാണ്. യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സിൻ്റെ എക്സാമ്പിൾസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഏത് ഘടിപ്പിച്ചിട്ടുള്ളതാണ്? ഡയോഡുകൾ ഘടിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ് എന്ന്. അപ്പോൾ ഡയോഡ്, ട്രാൻസിസ്റ്ററൊക്കെ അവ ഘടിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്ക്സിനെയാണ് നമ്മൾ പറയാറ് യൂണിലാറ്ററൽ നെറ്റ്വർക്ക്സ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ പറഞ്ഞത് ആരുടെ കയ്യിൽ ഇത് ഓംസ് ലോ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സാധാരണ നോൺ ലീനിയർ ആയിട്ടുള്ള നെറ്റ്വർക്കിൽ ഓംസ് ലോ അപ്ലിക്കബിൾ അല്ല. ഓംസ് ലോ മാറി വരാം, ഈ പ്രൊപ്പോർഷണൽ ടു ഐ ആയിരിക്കില്ല. കാരണം നോൺ ലീനിയറായ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവും കപ്പാസിറ്ററും ഒക്കെ ഘടിപ്പിച്ചിട്ടുള്ള ഇൻഡക്റ്റീവ് നെറ്റ്വർക്ക്സ് ആണ്. ഇൻഡക്റ്റീവ് നെറ്റ്വർക്ക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പാരാമീറ്ററായ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ആൻഡ് ഫ്രീക്വൻസിയൊക്കെ സാധാരണയായിട്ട് ടൈമിനനുസരിച്ച് വേരി ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണയായിട്ട് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയാറ്. കഴിഞ്ഞിട്ടില്ല. അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്നാണ്. വാട്ട് ഈസ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുണ്ട്. ടീച്ചർ ആദ്യം തന്നെ അതിനൊന്ന് ഷോർട്ടാക്കി പറയാം. നമ്മളൊരു കണ്ടക്ടർക്ക്, സ്ലൈഡിൽ കാണുന്നതല്ല, മനസ്സിലാക്കാനായിട്ടാണ്. കണ്ടക്ടറിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും? ഫ്രീ ഇലക്ട്രോൺസ് ധാരാളമായിട്ടുണ്ടായിരിക്കും. അത് ഫ്രീ ഇലക്ട്രോൺസ് കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? റാൻഡംലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവ പരസ്പരം ഇടിച്ച്
മോഷൻ്റെ സ്പീഡൊന്ന് കുറയും. പിന്നെ അവർ എനിക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും, പരസ്പരം കൊളീഷൻ നടക്കും, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡൊന്നും ഇല്ലെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്, ഈ റാൻഡം കൊളീഷൻസ് ആണ് എപ്പോഴും നടക്കുക. ഡയറക്ഷൻ ഈ കറക്റ്റായിട്ട് ഒരു ഇലക്ട്രോണിന് പോകേണ്ട ഡയറക്ഷനൊന്നും ഉണ്ടാവില്ല. ഒരു ഇലക്ട്രോൺ ഇഷ്ടമുള്ള ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും, ഇഷ്ടമുള്ള ഇലക്ട്രോണിനെ പോയി ഇടിക്കാം, അതിൻ്റെ വെലോസിറ്റി കുറയാം, അങ്ങനെ കറക്റ്റ് ഒരു എന്തില്ല, ഡയറക്ഷൻ ഇല്ല. പക്ഷെ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺസിൻ്റെ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് ഫ്ലോ ആണ്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എന്തും കൂടെ അവിടെ അപ്ലൈ ചെയ്യേണ്ടി വരും, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യേണ്ടത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കറണ്ട് ഉണ്ടാവണമെങ്കിൽ ഇലക്ട്രോൺസ് ഫ്രീ കണ്ടക്ടേഴ്സിൻ്റെ ഇടയിൽ രണ്ട് എൻഡിൽ എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ഉണ്ടാവുക, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റാൻഡംലി മൂവ് ചെയ്യുന്ന ഈ ഇലക്ട്രോൺസ് കറക്റ്റായിട്ട് ഒരു ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. ശരിയല്ലേ? അങ്ങനെ പോകുമ്പോൾ എന്തുണ്ടാവുന്നുണ്ട്, പോകുമ്പോഴും ഇതുപോലെ തന്നെ കൊളീഷൻസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അങ്ങനെ പോകുന്ന കൊളീഷൻസിൻ്റെ ഇടയ്ക്കും ഇലക്ട്രോൺസ് വൺ എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് മൂവ് ചെയ്യും. അപ്പോഴാണ് കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള കൊളീഷൻസിൻ്റെ ഇടയിൽ വീണ്ടും വെലോസിറ്റി കുറഞ്ഞ് വീണ്ടും അവിടെ നിന്ന് എണീറ്റോടാണ്. ഇപ്പോൾ ഒരാൾ ഒരു റണ്ണിങ് റേസ് നിൽക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ആളുകളുമായിട്ട് ഇടിച്ച് വീഴും. അപ്പോൾ എന്തുണ്ടാവും, അയാളുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ സ്പീഡ് കുറയും. വീണ്ടും അയാൾ എണീറ്റ് ഓടാൻ തുടങ്ങും, വീണ്ടും അടുത്ത ആളായിട്ട് ഇടിച്ച് വീഴാം, അപ്പോൾ സ്പീഡ് കുറയാം. അങ്ങനെ പോകുമ്പോഴും അയാളൊരു ആവറേജ് പർട്ടിക്കുലർ ഡയറക്ഷൻ്റെ ആ പോയിന്റിലേക്ക് എത്തുമ്പോൾ വരെയുള്ള അതിന് മൊത്തം ഓട്ടത്തിൻ്റെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ആ ആവറേജ് വെലോസിറ്റിയാണ് ഇലക്ട്രോൺ ഒരു പോയിന്റിൽ നിന്ന് മറ്റേ പോയിന്റിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത വെലോസിറ്റി. ആ വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. എന്താണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി? പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഡെഫിനിഷൻ എഴുതിയാൽ മതി, ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ പറയുന്നത് എൻ്റെ ഡെഫിനിഷൻ ടീച്ചർ രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ ഡെഫിനിഷൻ കൃത്യമായിട്ട് നോട്ട്ബുക്കിൽ എഴുതിയിരിക്കണം. ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്ലൈഡിലേക്ക് പോയി നോക്കാം. ഇൻ എ കണ്ടക്ടർ ദ ചാർജ് കാരിയേഴ്സ് ആർ ഫ്രീ ഇലക്ട്രോൺസ്. കണ്ടക്ടറിൽ ചാർജ് കാരിയേഴ്സ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമുക്കറിയാം. ദീസ് ഇലക്ട്രോൺസ് മൂവ് ഫ്രീലി ത്രൂ ദ കണ്ടക്ടർ ആൻഡ് കൊളൈഡ് റിപ്പീറ്റഡ്ലി വിത്ത് പോസിറ്റീവ് അയൺസ്. അവിടെ ഇവിടേക്കായിട്ട് ചിന്നിച്ചെറിയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവരാരായിട്ട് ഇടിക്കുന്ന ടീച്ചർ പറഞ്ഞാൽ പോസിറ്റീവ് അയൺസായിട്ട് എപ്പോഴും ഇടിക്കുമ്പോൾ എന്തുണ്ടാവും, അതിൻ്റെ സ്പീഡ് കുറയും. ഇഫ് ദർ ഇസ് നോ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ദ ഇലക്ട്രോൺസ് മൂവ് ഇൻ റാൻഡം ഡയറക്ഷൻ. സോ ദ ഡയറക്ഷൻസ് ഓഫ് ദെയർ വെലോസിറ്റീസ് ആർ ഓൾസോ കംപ്ലീറ്റ്ലി റാൻഡം ഡയറക്ഷൻ. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിൽ എന്തുണ്ടാവുന്നുണ്ട്, കണ്ണി കണ്ട റാൻഡം ഡയറക്ഷനിലേക്കാണ് ആര് പോവുക, ഇലക്ട്രോൺസ് പോവാം. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഈ വെലോസിറ്റിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കില്ല എപ്പോൾ വരെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യണ വരെ. On an average, number of electrons traveling in any direction will be equal to the number of electrons traveling in the opposite direction. As a result, there is no net flow of result in any direction and hence there is no current flow. എന്ന് നമുക്ക് അറിയാം. എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഇവരിങ്ങനെ റാൻഡംലി അങ്ങോട്ടും കൊണ്ട് പോകുന്നത് വെച്ചാലും അതൊക്കെ സമ്മേഷൻ ചെയ്ത് നോക്കുമ്പോൾ ആ വെലോസിറ്റി എന്തായി മാറും, 0 ആയി മാറും. എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, കറണ്ട് ഫ്ലോ ഇല്ല. സപ്പോസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് സെറ്റ് അക്രോസ് ദ കണ്ടക്ടർ ബൈ കണക്റ്റിംഗ് എ ബാറ്ററി, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ക്രിയേറ്റഡ് ഇൻ ദ കണ്ടക്ടർ. നമ്മൾ വിചാരിക്കുകയാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഈ രണ്ട് കണ്ടക്ടറിൻ്റെ ഇടയിൽ നമ്മൾ കണക്ട് ചെയ്യാണ്. അപ്പോൾ അവിടെ എന്ത് അപ്ലൈ ചെയ്ത പോലെയായി, ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത പോലെ. അപ്പോൾ എന്താ ഉണ്ടാവുക, നമ്മൾ നേരെ പറഞ്ഞു, ഇലക്ട്രിക് ഫീൽഡ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ ഇലക്ട്രോൺ പ്രൊഡ്യൂസിങ് എ കറണ്ട്. അപ്പോൾ ഈ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യണു, ഒരു ഫോഴ്സ് ആരിൽ മേലുണ്ടാക്കുന്നു, ഇലക്ട്രോൺസിന് മേൽ. അതുവരെ ഉണ്ടായിരുന്നില്ല ഫീൽഡ്. അപ്പോൾ ആരുണ്ടാക്കി, ഒരു ഫോഴ്സ് ഇലക്ട്രിക് ഫീൽഡ് വന്നപ്പോൾ ഇലക്ട്രോൺസുമേ ഉണ്ടായി. അപ്പോൾ ആ ഫോഴ്സ് എന്തുണ്ടാക്കണു, ആ ഫോഴ്സ് അവിടെ ഈ ഇലക്ട്രോൺസിനെ ഒരു ഭാഗത്തേക്ക് തള്ളണു, അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതാ ഇലക്ട്രിക് ഫീൽഡ് ആക്സിലറേറ്റ് ദ ഇലക്ട്രോൺസ് വൈ അയോൺ സ്കാറ്റർ ഓൾ ദ ഇലക്ട്രോൺസ് ആൻഡ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഈ ആക്സിലറേറ്റ് ചെയ്യണോ, ഇലക്ട്രോൺസിൻ്റെ സ്പീഡ് കൂട്ടണു. പക്ഷെ അപ്പോഴും എന്തുണ്ടാവുന്നുണ്ട്, അയൺസ് ആയിട്ടുള്ള കൂട്ടിയിടി ഉണ്ടാവുന്നുണ്ട്. ദസ് വി ഹാവ് എ സിക്സ് പാത്ത് ഓഫ് ദ ഇലക്ട്രോൺസ്. അപ്പോൾ കൃത്യമായിട്ട് ഒരേ പാത്തിൽ തന്നെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ നേരേഖയിൽ പോകുന്നില്ല. കൊളൈഡ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷൻ മാറും, പിന്നെ കൊളൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഡയറക്ഷൻ മാറും, പിന്നെ കൊളൈഡ് ചെയ്യുമ്പോൾ വേറെ ഡയറക്ഷനിലേക്ക് പോകും. എന്നാലും ഒരേ ദിശയിലേക്ക് ഒരു ട്രാവലിംഗ് ആർക്കുണ്ടായിരിക്കും, ഇലക്ട്രോൺസിന് ഉണ്ടായിരിക്കും. In addition to zigzag motion due to the collision, the electrons move slowly along the conductor in a direction opposite to that electric field. അങ്ങനെ ആകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഓപ്പോസിറ്റ് ആയ ഡയറക്ഷനിൽ എന്തായാലും ഇലക്ട്രോൺസിന് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ,
ദിസ് വെലോസിറ്റി ഈസ് കോൾഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് അനുസരിച്ച് ഉണ്ടാകുന്ന ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്രിഫ്റ്റ് വെലോസിറ്റി. അതിന് എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുക, വി ഡി എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പോൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ടീച്ചർ പറഞ്ഞ പോലെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഇലക്ട്രിക് ഫീൽഡ് ക്യാപിറ്റലി ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ അവനിങ്ങനെ എങ്ങോട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് സഞ്ചരിക്കുക നമുക്കറിയാം. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൊളീഷൻ നടന്ന കാരണം അതിൻ്റെ ഡയറക്ഷൻ മാറി ഇതാ താഴത്തേക്കായി. വീണ്ടും ഒരു കൊളീഷൻ നടന്നാൽ അതിൻ്റെ ഡയറക്ഷൻ മാറി അങ്ങോട്ടായി മുകളിലേക്ക്. വീണ്ടും ഒരു കൊളീഷൻ നടന്ന് ഇങ്ങോട്ട് മാറി. ഇങ്ങനെ കൊളീഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ ഡയറക്ഷൻ മാറുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ടിൽ അതെവിടെ എത്തി, ഈ നെഗറ്റീവിൽ നിന്ന് ഈ നെഗറ്റീവിലേക്ക് എത്തി. അങ്ങനെ എത്തി നിൽക്കുന്ന ഈ ഫീൽഡിനെ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇലക്ട്രോൺ സഞ്ചരിച്ചിരിക്കുന്നത്. ഈ മൊത്തം സഞ്ചരിച്ച പാത്തിലേക്കുള്ള ആവറേജ് വെലോസിറ്റിനെയാണ് നമ്മൾ എന്ത് പറയാറ്, വി ഡി എന്ന്. അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മളിപ്പോൾ വരച്ചു വെച്ചത്. അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിക്ക് എങ്ങനെ നമുക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ദ ആവറേജ് വെലോസിറ്റി acquired by the electrons inside the conductor when it is subjected to an electric field. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഇത് ഡെഫിനിഷനാണ്, കൃത്യമായി നോട്ടിലുണ്ടാവണം. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് the average velocity acquired by the electrons inside the conductor when it is subjected to an electric field. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രോൺ അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റി, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടറിൻ്റെ ഉള്ളിൽ അക്വയർ ചെയ്യുന്ന ആവറേജ് വെലോസിറ്റിയാണ് എന്ത് പറയുന്നത് നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. ദ ആവറേജ് ഇനി നമ്മൾ പറയുന്നത് അടുത്തൊരു ആവശ്യമുള്ള കാര്യമാണ്, എല്ലാവരും നിർബന്ധമായി നോട്ടിൽ മാർക്ക് ചെയ്തേക്കണം. ദ ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ ഈസ് കോൾഡ് ദ മീൻ ഫ്രീ ടൈം ഡിനോട്ടഡ് ബൈ ടോ. ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻ, രണ്ട് സക്സസീവ് കൊളീഷൻ്റെ ഇടയിലുള്ള ആവറേജ് ടൈം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു ആദ്യം ഒരു പോയിന്റിൽ നിന്ന് നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു കൊളീഷൻ നടന്നു അല്ലേ. അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു, വേറൊരു പോയിന്റിൽ നിന്ന് നീങ്ങി തുടങ്ങിയിരുന്നു, അവിടെയും ഒരു കൊളീഷൻ നടന്നു. മൂന്നാമത് മറ്റൊരു പോയിന്റിൽ നീങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോഴും ഒരു കൊളീഷൻ നടന്നു. അപ്പോൾ രണ്ട് കൊളീഷൻ്റെ ഇടയ്ക്ക് ആര് മൂവ് ചെയ്ത വെലോസിറ്റിയുടെ ആവറേജ് ടൈമാണ്, ആര് മൂവ് ചെയ്ത്, ഇലക്ട്രോൺ മൂവ് ചെയ്ത ആവറേജ് ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്തുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്, മീൻ ഫ്രീ ടൈം എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇലക്ട്രോൺ ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ എ ഈക്വൽ ടു E/m. അതെങ്ങനെയാണ് കിട്ടിയെന്ന് നിങ്ങൾക്ക് സൈഡിൽ അറിയാം. ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രോണിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്യാപിറ്റൽ ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ വന്ന വഴിയാണ് ടീച്ചർ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. നമുക്കറിയാം എന്ത് എഫ് ഈക്വൽ ടു എന്താണ്, എഫ് ഈക്വൽ ടു എം എ ആണെന്നറിയാം, ആണല്ലോ. ഇവിടുത്തെ ഫോഴ്സ് എഫ് എന്ന് പറയുന്നത് എന്താണ്, -E ആണ്. അതെന്തിൻ്റെ ഫീൽഡ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് മുഖാന്തരം ഉണ്ടായ ഫോഴ്സ് E ആണ്. നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതാണ്. അപ്പോൾ എഫ് ഈക്വൽ ടു E രണ്ടും കൂടി ബാലൻസ് ചെയ്യാണ്. എഫ് ഈക്വൽ ടു എം എ ഈക്വൽ ടു -E ബാലൻസ്, എഫ് ഈക്വൽ ടു എം എ ഈക്വൽ ടു -E രണ്ടും കൂടെ ബാലൻസ് ചെയ്യുമ്പോൾ എ എന്തായി മാറും, ദെർഫോർ എ ഈക്വൽ ടു എം താഴത്തേക്ക് വരുമ്പോൾ E ഡിവൈഡഡ് ബൈ എം എന്നായി മാറി. E ഡിവൈഡഡ് ബൈ എം എന്ന് ഒന്നും കൂടെ നോക്കാം. ടീച്ചർ ഒന്ന് അപ്പുറത്തെ സ്ലൈഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്നും കൂടെ കാണിക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇവിടുത്തെ ആക്സിലറേഷൻ എക്സ്പീരിയൻസിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സിലറേഷനാണ്, വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് മുമ്പ് ആക്സിലറേഷൻ നമ്മൾ ഡ്രിഫ്റ്റ് ആക്സിലറേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇവിടെയുള്ള ഫോഴ്സ്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സ് എഫ് ഈക്വൽ ടു -E ആണെന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചതൊന്ന് എഴുതി വെച്ചു. ഫോഴ്സിൻ്റെ ജനറൽ ഇക്വേഷൻ എഫ് ഈക്വൽ ടു എന്താണ്, എം എ ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു E - Eയും നമുക്ക് ജനറൽ ഇക്വേഷൻ വേറെ അറിയാം, എഫ് ഈക്വൽ ടു എം എ ആണ്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ എം എ ഈക്വൽ ടു -E എന്ന് വന്നു. അങ്ങനെയാണ് എ ഈക്വൽ ടു എന്ത് എഴുതാം, -E ഡിവൈഡഡ് ബൈ എം എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് പറയാനുള്ളത്, അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷനാണ്. ഡ്രിഫ്റ്റ് ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ് തൊട്ട് മുമ്പ് നമ്മൾ എഴുതിയത്. എന്താണ്, എ ഈക്വൽ ടു -E ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതിയത് ആണല്ലോ. അങ്ങനെയാണ് ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടാൻ, ആക്സിലറേഷൻ ഇക്വേഷന് വെലോസിറ്റിയുടെ ഇക്വേഷൻ കിട്ടാനായിട്ട് ആണ് പോകുന്നത്. ഇനി ഇവിടെ നിൽക്കട്ടെ, ടീച്ചർ പറയാൻ ശ്രദ്ധിക്കുക. നമുക്കറിയാം ആക്സിലറേഷൻ ഈക്വൽ ടു എന്താണ്, വെലോസിറ്റി ഡിവൈഡഡ് ബൈ
ടൈമാണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇത് എഴുതുന്നതിനപ്പോൾ പറയുന്നുണ്ട്, അപ്പം തന്നെ എഴുതി വെച്ച് പോകുന്നതാവും നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണെങ്കിൽ ആക്സിലറേഷൻ ഈക്വൽ ടു വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണെങ്കിൽ വെലോസിറ്റി ഈക്വൽ ടു എന്ത് എഴുതാം? ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ശരിയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് വെലോസിറ്റി വി ഡി ഈക്വൽ ടു ആക്സിലറേഷൻ ഇൻറ്റു ടൈം. ഇവിടെ ആക്സിലറേഷനെ നേരത്തെ കാണിച്ച എ ബാർ കൊണ്ടാണ് സൂചിപ്പിച്ചേക്കണേ. ടൈമിന് ടോ കൊണ്ടാണ്. ടൈം ഫോർ ആവറേജ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. രണ്ട് കൊളീഷൻ്റെ ഇടയ്ക്കുള്ള ആവറേജ് ടൈമിനെയാണ് നമ്മൾ എന്ത് ടോ എന്ന് സൂചിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി ഡി ഈക്വൽ ടു നമ്മൾ എന്ത് എഴുതി? എ ടോ എന്ന് എഴുതി. അത് കിട്ടിയ വഴിയാണ് ടീച്ചർ പറഞ്ഞത്. എന്താണ്? ആക്സിലറേഷൻ ഇൻറ്റു ടൈം എന്നതിനാണ് നമ്മൾ എന്ത് എഴുതിയത്? തൊട്ട് മുമ്പ് പറഞ്ഞ ടോ എന്ന്. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആവറേജ് ടൈം ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷനെയാണ് മീൻ ഫ്രീ ടൈം. ആ ഫ്രീ ടൈമാണ് നമ്മൾ എന്തുകൊണ്ട് സൂചിപ്പിച്ചത്? ഇവിടെ ടോ കൊണ്ട് സൂചിപ്പിച്ചത്. വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ വി ഡി ഈക്വൽ ടു എ ടോ എന്ന് നമ്മൾ പറഞ്ഞ് നിർത്തി കൊടുത്തുന്നത്. വി ഡി ഈക്വൽ ടു എ ബാറിന് പകരം നമുക്ക് എന്തെടുക്കാൻ തൊട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മൈനസ് ഇ ടോ ബൈ എം എന്ന്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഈ ടോ ഉണ്ടാവില്ല, മൈനസ് ഇ ബൈ എം എന്ന്. എ ബാറിന് പകരം മൈനസ് ഇ ബൈ എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടോയ്ക്ക് പകരം നമ്മൾ എന്ത് ടോ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതിയ ഇക്വേഷനാണ് വി ഡി ഈക്വൽ ടു മൈനസ് ഇ ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എവിടേക്ക്? സ്മോൾ ഏരിയയും ക്യാപിറ്റൽ ഏരിയയും നടുവിലേക്ക് ടോ കൊണ്ടുവന്നു. ഡിവൈഡഡ് ബൈ എം. എന്നിട്ട് ബാക്കി ആരുണ്ട്? വെക്റ്റർ ഇ. ദെൻ വി ഡി ഈക്വൽ ടു നമ്മൾ ഈ ഒറ്റ ടേമിനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മ്യൂ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എന്താണെന്ന് അടുത്ത് പറയും. ഇ ടോ ബൈ എമ്മിന് പകരം നമ്മൾ മ്യൂ എന്ന് കൊടുത്തു. മ്യൂ ഇ എന്ന് കൊടുത്തു. മ്യൂ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബിലിറ്റീനെയാണ് നമ്മൾ മ്യൂ ഇ എന്ന് പറയുക. മ്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത് മൊബിലിറ്റിയാണ്. മ്യൂ ഈക്വൽ ടു ഇ ടോ ഡിവൈഡഡ് ബൈ എം ആണ്. മ്യൂ ഈസ് ദ മൊബിലിറ്റി ഓഫ് ദ ഇലക്ട്രോൺ ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. അതിനെയാണ് എന്ത് പറയുന്നത്? മൊബിലിറ്റി ചോദിക്കാറുണ്ട്. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. എസ് ഐ യൂണിറ്റ് ഓഫ് മൊബിലിറ്റി എന്ന് പറയുന്നത് മീറ്റർ സ്ക്വയർ ഡിവൈഡഡ് ബൈ Boltzmann second. SI unit of the mobility is meter square divided by volt second. The drift velocity of electrons. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതി? drift velocity of electron വി ഡി ആണെങ്കിൽ ഇവിടെ നേരത്തെ കണ്ട ഇക്വേഷൻസ് എല്ലാം കൃത്യമായിട്ടുണ്ടാവണം. ഇത് വേറൊരു ഇക്വേഷനിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് നേരത്തെ എഴുതിയത് കൃത്യമായിട്ട് എഴുതാം. ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മളൊരു കണ്ടക്ടറിലുള്ള ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ക്യാപിറ്റൽ A ആണെന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ഡി ആണ് എങ്കിൽ നമ്മൾ എഴുതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ആണെങ്കിൽ വി ഡി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി. ചെറിയൊരു ഇൻ്റർവെൽ സമയത്തിനെടുത്തപ്പോൾ ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ഡി എക്സ് ഈക്വൽ ടു വി ഡി ഇൻറ്റു ഡി ടി എന്ന് എഴുതി. ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന ഫോമിലേക്ക് മാറ്റി എഴുതിയെന്ന് മാത്രം. അവിടെ തന്നെ നമ്മൾ പറയുകയാണ് എന്താണ് ലെങ്ത് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ ദ ഇലക്ട്രോൺസ് അവൈലബിൾ ഇൻ ദ വോളിയം ഓഫ് ദ ലെങ്ത് ഡി എക്സ്. ഡി എക്സ് എന്ന ലെങ്ത് അവൈലബിൾ ആയിട്ട് നമ്മൾ വോളിയത്തിൻ്റെ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ എഴുതാണ് വോളിയം ഇൻറ്റു നമ്പർ പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ അതുകൊണ്ടാണ് എ ഡി എക്സ് ഇൻറ്റു എൻ എന്ന് എഴുതിയത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തിനു പകരം? ഡി എക്സിന് പകരം നമ്മൾ എന്ത് എഴുതി? എ വി ഡി ഡി ടി ഇൻറ്റു എൻ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എ വി ഡി ഡി ടി ഇൻറ്റു എൻ. Therefore, the total charge in volume electron dq equal to charge into number of electrons in the volume element. ചാർജ് സ്മോൾ ഇ ആണ് ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വോളിയം എലമെൻ്റ് ആണ് നമ്മൾ കിട്ടിയത് എ വി ഡി ഡി ടി ഇൻറ്റു എൻ എന്ന്.
അപ്പോൾ അത് dq ആയിട്ടുള്ളൂ. കറണ്ട് എന്താണെന്ന് അറിയാം, dq/dt ആണ്. അപ്പോൾ ദിസ് ഡിവൈഡഡ് ബൈ ടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം, നമുക്ക് കറണ്ട് കിട്ടണം. അപ്പോൾ എൻ ഇ മുകളിലത്തെ ഇക്വേഷൻ സെറ്റ് ചെയ്തതാണ്, ഇ എ വി ഡി ഡി ടി ഡിവൈഡഡ് ബൈ ഡി ടി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കറണ്ട്. ദെൻ ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി എന്ന് പറഞ്ഞാൽ ലിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടുമായ റിലേഷൻ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. അത് മാത്രമാണ് നമുക്കിവിടെ ആവശ്യമുള്ള സാധനം. കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ റിലേഷനാണ് ഐ ഈക്വൽ ടു, കറണ്ട് ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഇതെന്തായാലും നോട്ട്ബുക്കിൽ വേണം ഈ റിലേഷൻ. ആൻഡ് എൻ ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഈ സ്മോൾ ഇ എന്ന് പറയുന്നത് ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്. ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. വി ഡി എന്ന് പറയുന്നത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഐ കറൻറ്റ്, എൻ സ്മോൾ എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി നമ്മൾ പുതിയൊരു ടേം പഠിക്കുകയാണ്. വാട്ട് ഈസ് കറൻറ്റ് ഡെൻസിറ്റി? കറൻറ്റ് ഡെൻസിറ്റി എന്താണ്? കറൻറ്റ് ഡെൻസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ കറൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. കറൻറ്റ് പെർ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കൊണ്ട് അല്ലെങ്കിൽ വോളിയത്തോണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ഡെൻസിറ്റി പറയാറ്. കറൻറ്റ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കണ്ടക്ടർ. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ജെ കൊണ്ടാണ്. ജെ ഈക്വൽ ടു കറൻറ്റ് ഐ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, അപ്പോൾ ഐ ആംപെയർ ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. താഴെ ആയതുകൊണ്ട് എ എം റേസ് ടു -2 എന്ന് കിട്ടി. ഇനി നമ്മൾ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ടൈമിൽ ആരെ എഴുതാൻ പോവാണ്, കറണ്ട് ഡെൻസിറ്റിന്. കറണ്ടിൻ്റെ പകരം ഐക്ക് വരെ നമ്മൾ എന്ത് കൊടുത്തു, ജെ ഈക്വൽ ടു എൻ ഇ എ വി ഡി. കറണ്ടിൻ്റെ പകരം എൻ ഇ എ വി ഡി ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്തു, എ. അപ്പോൾ എ ക്യാൻസലായി പോയി. ജെ ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ജെ ഈക്വൽ ടു എന്താണ്, എൻ ഇ വി ഡി. എൻ ഇ വി ഡി. ജെ കറണ്ട് ഡെൻസിറ്റി ആണ്, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്, ഇ ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ്, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. നമുക്കറിയാം വി ഡിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാണ്. വി ഡിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താണ്. ജെ ഈക്വൽ ടു എൻ ഇ വി ഡി വരെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. വി ഡിക്ക് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തണം. വി ഡിക്ക് എന്താണ് ഇക്വേഷൻ കിട്ടിയത് നേരത്തെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി എന്നതിന് പകരം ഇ, ആദ്യം കിട്ടിയ ഇക്വേഷനാണ് ഇ ഡിവൈഡഡ് ബൈ എം എന്ന്. സ്മോൾ ഇ മൈനസ് സ്മോൾ ഇ ക്യാപിറ്റൽ ഇ ഡിവൈഡഡ് ബൈ എം എന്ന് വി ഡിയുടെ റിലേഷൻ. വി ഡി ഈക്വൽ ടു മൈനസ് സ്മോൾ ഇ ക്യാപിറ്റൽ ഇ ഡിവൈഡഡ് ബൈ എം എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം. അതിവിടെ വി ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഓൾറെഡി ജെ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താം, എൻ ഇ ഇൻറ്റു വി ഡിക്ക് പകരം വീണ്ടും ഒരു ഇ, പിന്നെന്തുണ്ട് എൻ ഇ വീണ്ടും ഒരു ഇ, പിന്നെ ഒരു ക്യാപിറ്റൽ ഇ ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ടോ. ഇത്ര തന്നെയാണ് നമ്മൾ ഷോർട്ടാക്കി ഒരുമിച്ച് എഴുതിയേക്കണം. എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ എന്ന് എഴുതിയേക്കണം. എൻ ഇ സ്ക്വയർ ടോ ബൈ എം ഇൻറ്റു ഇ എന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൃത്യമായി പുട്ട് ചെയ്തിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കണേ. ദെർഫോർ ജെ ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ എൻ ഇ സ്ക്വയർ ടോ ബൈ എമ്മിന് നമ്മൾ സിഗ്മ എന്ന് കൊടുത്തു. എൻ ഇ സ്ക്വയർ ടോ ബൈ എമ്മിന് എന്ത് കൊടുത്തു, സിഗ്മ കൊടുത്തു. അപ്പോൾ ജെ ഈക്വൽ ടു എന്ത് ചെയ്താൽ മൈനസ് സിഗ്മ ഇ എന്ന് എഴുതാം. സിഗ്മേനെന്ന് കൊടുത്ത എൻ ഇ സ്ക്വയർ ടോ ബൈ എം. എൻ ഇ സ്ക്വയർ ടോ ബൈ എം എന്ന് പറഞ്ഞ സാധനത്തിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കാറ്. എന്തുകൊണ്ടാണ് സൂചിപ്പിക്കാറ്, കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനാണ് എൻ ഇ സ്ക്വയർ ടോ ബൈ എൻ. എൻ ഇ സ്ക്വയർ ടോ ബൈ എൻ. എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഇ സ്ക്വയർ, ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് ഓഫ് ഇലക്ട്രോൺ, ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഫ്രീ ടൈം, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഇലക്ട്രോൺ. അപ്പോൾ അതാണ് കണ്ടക്ടിവിറ്റി. ഇനി കണ്ടക്ടിവിറ്റിയുടെ ഇൻവേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റി നമ്മൾ റോ കൊണ്ടാണ് സൂചിപ്പിക്കുക. റോ ഈക്വൽ ടു 1 സിഗ്മ കണ്ടക്ടിവിറ്റിയുടെ ഇൻവേഴ്സ് ആണ്. സിഗ്മയാണ് കണ്ടക്ടിവിറ്റിനെ സൂചിപ്പിച്ചതെങ്കിൽ
കണ്ടക്ടിവിറ്റിയുടെ ഇൻവേഴ്സ് റെസിസ്റ്റിവിറ്റി ഈക്വൽ ടു 1/σ എന്ന് എഴുതാം. 1/σ ഈക്വൽ ടു ആ ഇക്വേഷൻ ഒന്ന് മറിച്ച് തരാം. സ്മോൾ എം ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. സ്മോൾ എൻ ഡിവൈഡഡ് ബൈ എൻ ഇ സ്ക്വയർ ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മളൊരു പ്രോബ്ലം പറഞ്ഞു നോക്കുകയാണ്. പറഞ്ഞ കുറേ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളിപ്പോൾ ഇതുവരെ എത്രയ്ക്ക് ഇക്വേഷൻ പഠിച്ചു? ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ചു, ടോ റിലാക്സേഷൻ ടൈം പഠിച്ചു, അതിനുശേഷം നമ്മൾ പഠിച്ചു ആക്സിലറേഷൻ, ഡ്രിഫ്റ്റ് ആക്സിലറേഷൻ പഠിച്ചു. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? കറണ്ട് ഡെൻസിറ്റി പഠിച്ചു. കറൻറ്റും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റി തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. വാട്ട് ഈസ് കണ്ടക്ടിവിറ്റി പഠിച്ചു. വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി പഠിച്ചു. ഇത്രയും റിലേഷൻസ് നമ്മൾ ഈ ടോപ്പിക്കിൽ പഠിച്ചിട്ടുണ്ട്. ഓരോന്നും കൃത്യമായിട്ട് എഴുതി നോട്ട്ബുക്കിൽ വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം പറയാണ്. A copper wire of cross-sectional area of 0.5 millimeter square carries a current of 0.2 ampere. If the free electrons density of copper is 8.4 into 10 raised to 28 meter raised to minus 3, then compute the drift velocity of free electron. ഒരു കോപ്പർ വയർ ഉണ്ട്, അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ 0.5 millimeter സ്ക്വയർ ആണ്. അതിലൂടെ ഒഴുകുന്ന കറൻറ്റ് 0.2 ആംപിയർ ആണ്. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി ഓഫ് കോപ്പർ വയർ 8.4 × 10 raised to 28 meter raised to minus 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി കമ്പ്യൂട്ട് ചെയ്യാനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തറിയാം? വി ഡി ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് തമ്മിലുള്ള റിലേഷൻ എന്തറിയാം? ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. ഐ ഈക്വൽ ടു എൻ ഇ എ വി ഡി. അപ്പോൾ നമുക്ക് വി ഡി ആണ് ഇവിടെ കണ്ടുപിടിക്കാനാണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ഡി ഈക്വൽ ടു ഐ ബൈ എൻ ഇ എ എന്ന്. ഐ തന്നിട്ട് 0.2 ആണെന്ന്, എൻ തന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 8.4 × 10 raised to 28 ആണെന്നറിയാം. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.6 × 10 raised to minus 19 ആണെന്ന് നമുക്കറിയാം. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 0.5 × 10 raised to minus 6 ആണെന്ന് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ആ മില്ലിമീറ്റർ സ്ക്വയറിനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? 10 raised to minus 6 കേട്ടോ. ദെൻ വി ഡി എന്നുള്ള കമ്പ്യൂട്ട് ചെയ്യുക 0.0103 × 10 raised to minus 3 meter s raised to minus 1 second raised to minus 1 meter per second തന്നെയാണ് നമ്മൾ മീറ്റർ സെക്കൻഡ് raised to minus 1 എഴുതാറ്. എക്സാമ്പിൾ അടുത്തത്. Determine the number of electrons flowing per second through a conductor when a current of 32 ampere flows through it. Determine the number of electrons flowing per second through a conductor when a current of 32 ampere flows through it. കറണ്ട് തന്നിട്ടുണ്ട് ഐ ഈക്വൽ 32 ആംപിയർ ആണ്. ടൈം എത്ര സെക്കൻഡിലാണ് പറയണേ? 1 സെക്കൻഡിൽ. അങ്ങനെയാണ് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ചാർജ് ഓഫ് ഇലക്ട്രോൺ നമുക്കറിയാം 1.6 × 10 raised to minus 19 കൂളോംബ് ആണെങ്കിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈ സ്മോൾ എൻ ആണ് കണ്ടുപിടിക്കാൻ പറയണേ. നമുക്ക് സ്മോൾ എൻ കണ്ടുപിടിക്കണമെങ്കിൽ കറണ്ട് ആദ്യം കിട്ടണം. അപ്പോൾ കറണ്ട് ഐ ഈക്വൽ ടു Q/T ആണ്. ഇവിടുത്തെ Q എന്ന് പറയുന്നത് എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈ ചാർജുള്ളത്. ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ എൻ ഇ. Q ഈക്വൽ ടു എൻ ഇ നമ്മൾ ക്വാണ്ടൈസേഷൻ പ്രിൻസിപ്പിൾ അനുസരിച്ച് എഴുതാം. Q ഈക്വൽ ടു എൻ ഇ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ ടി. അങ്ങനെ വെച്ചാൽ എൻ ഈക്വൽ ടു എന്ത് എഴുതാം? എൻ ഈക്വൽ ടു ഐ ടി ഡിവൈഡഡ് ബൈ ഇ. ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എത്ര? 32. ടി എത്രയാ? 1 ഡിവൈഡഡ് ബൈ ഇ എത്രയാ? 1.6 × 10 raised to minus 19 കൂളോം. ചെയ്തു വരുമ്പോൾ എൻ ഈക്വൽ ടു 20 × 10 raised to 19 2 × 10 raised to 20 ഇലക്ട്രോൺസ് എന്ന് കിട്ടും. കൃത്യമായിട്ട് എല്ലാവരും ചെയ്യണേ. താങ്ക് യു. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എല്ലാവരും കൃത്യമായിട്ട് എല്ലാ ഇക്വേഷൻസും എഴുതി നോട്ട് ചെയ്ത് സൂക്ഷിക്കും.